തൃക്കൃഷി ഫൗണ്ടേഷൻ്റെ പ്രവർത്തകർക്ക് ആർക്കെങ്കിലും ഈ കണ്ടൽക്കാടുകളിലൂടെ സഞ്ചരിക്കാൻ താല്പര്യമെങ്കിൽ ദയവായി അറിയിക്കുക. നമുക്കൊരു പ്രോഗ്രാം ചെയ്യാം. നമ്മൾ സഞ്ചാര സത്യയുടെ ഭാഗമായിട്ട് കണ്ടൽക്കാടുകളെക്കുറിച്ചുള്ള ഒരു പഠനം നടത്താം. ഇത് സ്ഥലത്തിൻ്റെ ഒരു കൊട്ടിയം വയനാട് ഇത്തിക്കര ആറിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നെടുങ്ങോലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സഹയാത്രിയുടെ പ്രസിഡന്റ് ബേബി കൃഷ്ണനാണ് ഈ ചടങ്ങ് എന്നെ ക്ഷണിച്ചു പോയത്. ശേഷം ഒരു ബോട്ടിംഗ് സർവീസ് നടത്തണമെന്ന് പറഞ്ഞു. പക്ഷേ ബോട്ട് സർവീസ് ആയിരുന്നില്ല. അതൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു. ദൃശ്യാത്മകതയുടെ നേരിട്ടുള്ള ഒരു നവ്യാനുഭൂതിയിലേക്ക് എല്ലാവരുടെയും മനസ്സുകൾ ആഴത്തിൽ പതിപ്പിക്കുവാനും രസിപ്പിക്കുവാനും സുഖിപ്പിക്കുവാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് യാത്ര സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. തന്നെ ഇത്തരം ഒരു യാത്ര സംഘടിപ്പിക്കാം. കണ്ടൽക്കാടുകൾ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കൂടുതലുള്ള കണ്ടൽക്കാടുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നോടൊപ്പം ബേബി കൃഷ്ണനുണ്ട്, അജിത രതീഷുണ്ട്, ഒപ്പം നമ്മുടെ അഞ്ജലി, പുഷ്പ അനിൽ, അഞ്ജലി തുടങ്ങിയ ഫൗണ്ടേഷൻ മെമ്പർമാർ നമ്മോടൊപ്പം ഉണ്ട്. ഇതൊരു രസാനുഭൂതിയുള്ള ഒരു യാത്രയായിരുന്നു. പ്രത്യേകിച്ചും കൗതുകത്തെക്കാൾ ഉപരി വളരെ അത്ഭുതവും ആശങ്കയൊക്കെ ഉണ്ടാക്കുന്ന ചില പേടി സ്വപ്നങ്ങൾ പോലെ ഉണ്ടാവുകയും നമ്മളെ വെള്ളത്തിൽ ഇറക്കി നിർത്തുകയും കായലിൽ കൊണ്ട് നടുക്ക് ഇറക്കി നിർത്തുകയും അവിടെ ഒരു കൂളർ പോലെ അല്ലെങ്കിൽ ഒരു വലിയൊരു ശീത സംഭരണി പോലെ ഒരുക്കിയ ഒരു പൂളിനകത്തേക്ക് നമ്മൾ ചെന്നെത്തുകയും ഇപ്പോൾ നമ്മൾ വലിയ കായലിലേക്ക് ഇത്തിക്കര കായലിൻ്റെ നടുഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പരവൂർ കായൽ, ഇത്തിക്കര കായലിൽ നിന്ന് നേരെ വന്ന് കയറുന്നത് പരവൂർ കായലിലേക്കാണ്. ഈ പരവൂർ കായലിൻ്റെ വിശാലമായ ഈ നിറഞ്ഞ മാറിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും തൃക്കൃഷി ഫൗണ്ടേഷൻ്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഇത്തരം ഒരു യാത്രയ്ക്ക് പ്രവർത്തകർ തയ്യാറാണെങ്കിൽ അവരെ അത് കൊണ്ടുപോകാൻ നമ്മൾ സന്നദ്ധരാണ്. അടുത്ത മീറ്റിംഗ് 16-ാം തീയതി വരുമ്പോൾ എല്ലാവരും അറിയിക്കുവാൻ ശ്രമിക്കുക.